48 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് 4 പേർ. പുതുവർഷം ആരംഭിച്ച് 42 ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിന്റെ കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടത് 9 പേർ. കടുവയുടെ ആക്രമണത്തിൽ പിച്ച് ചീന്തപ്പെട്ടത് ഒരാൾ. കാട്ടുപന്നി കുത്തിക്കൊന്നത് ഒരാളെ. ഇനി കർഷക സംഘടനയായ കിഫയുടെ കണക്ക് പരിശോധിച്ചാൽ ആകെ മരണം 10. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ച കണക്കുപ്രകാരം 2020-2024 കാലയളവിൽ സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം മൂലം 460 മരണങ്ങളും 4527 പരിക്കുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സർക്കാരില്ലേ? വനം വകുപ്പിൽ ഒരു മന്ത്രിയില്ലേ? ഇവർ ഇത്രയും നാൾ എന്തു ചെയ്തു? വ്യൂ പോയിന്റ് പരിശോധിക്കുന്നു. പൊലിയുന്ന ജീവനുകളും പൊള്ളയായ വാഗ്ദാനങ്ങളും. 2 വർഷങ്ങൾക്ക് മുൻപ് വനമന്ത്രി AK ശശീന്ദ്രൻ കുട്ടിക്കാനത്ത് എത്തിയപ്പോഴായിരുന്നു അന്ന് ആനയെ കണ്ടോടി പരിക്കേറ്റ സോഫിയയുടെ ഭർത്താവ് മന്ത്രിയെ കണ്ട് ആന ആക്രമണത്തിന് ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാമെന്ന് മന്ത്രിയെന്ന് തോളിൽ തട്ടി ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് കാട്ടാന ആക്രമണത്തിൽ സോഫിയ കൊല്ലപ്പെട്ടതും. ഇതാണോ മന്ത്രി നിങ്ങൾ നൽകിയ ഉറപ്പ്? കണ്ണൂർ ഇരിട്ടിയിൽ ആറളം ഫാം കൃഷിയിടത്തിലെ കരാറുകാരന്റെ കീഴിൽ സൂപ്പർവൈസറായിരുന്ന വൈഷ്ണവ് കാട്ടാന ആക്രമണത്തിന് ഇരയാകുന്നത് 2024 ഏപ്രിൽ 25-നാണ്. കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് യുവാവ് കിടപ്പിലായിട്ട് 10 മാസം. ആദ്യഘട്ട ചികിത്സയ്ക്കായി 15 ലക്ഷം രൂപ ചിലവായപ്പോൾ സർക്കാർ കൊടുത്തത് 14 ലക്ഷം രൂപ മാത്രം. ഫിസിയോതെറാപ്പിക്കായി 5 ലക്ഷം രൂപ വീണ്ടും ചിലവായി. എന്നാൽ ഈ വർഷാരംഭത്തിൽ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും കടുവയെ അന്വേഷിച്ച് നാട് മുഴുവൻ പരക്കം പായുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കോഴിക്കോടെത്തി എന്താണ് ചെയ്തതെന്ന് കണ്ടാൽ പണി നിർത്തി വല്ല ഗാനമേള ട്രൂപ്പിലും പോയിക്കൂടെയെന്ന് ജനം ചോദിച്ചു പോകും. പാട്ടും പാടി പ്രശ്നം താൻ പരിഹരിച്ചില്ലേ? തിരിച്ചു വന്നപ്പോൾ അഭിവാദ്യം മുഴക്കിയല്ലേ ജനം സ്വീകരിച്ചത് എന്നെല്ലാമായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. പോരാഞ്ഞിട്ട് അത് കുറച്ചുകൂടെ നന്നായിട്ട് മാധ്യമങ്ങൾക്ക് കൊടുക്കാമായിരുന്നുവെന്ന മന്ത്രിയുടെ ഹാസ്യവും. നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ തുടർക്കഥയായപ്പോൾ പ്രശ്നമൊന്ന് തണുപ്പിക്കുവാൻ 10 പദ്ധതികളുമായി വന്നു. 50 കോടി ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് വീമ്പിളക്കി. കൂടെ മൃഗങ്ങളുടെ സ്വഭാവമാറ്റം പഠിക്കുവാൻ ആ വക ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുവാൻ പദ്ധതിയിട്ടു. ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തുക മുഴുവൻ വനം വകുപ്പിന് നൽകിയിരുന്നു. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ പ്രഖ്യാപനങ്ങൾ? പ്രഖ്യാപനങ്ങളുടെ ഭാരം കാരണം ഒരു ജീവിയും ഇവിടം വിട്ടോടില്ല. കടുവയുടെ ഭക്ഷണമായി ഇവിടെ മനുഷ്യൻ മാറുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം 10 ലക്ഷം രൂപയിൽ നിന്ന് 1 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ ഗവൺമെന്റ് എന്തുകൊണ്ട് തയ്യാറായില്ല? വന്യജീവി ശല്യം കൊണ്ടുണ്ടാകുന്ന വിളനാശത്തിന് പ്രത്യേക വില ഇൻഷുറൻസ് ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ട്? വന്യജീവി ആക്രമണം സംസ്ഥാന ദുരന്തമായി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതാണെന്ന് കൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കണം. വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ധനസഹായം പ്രഖ്യാപിക്കുന്നു. കൃത്യമായ നടപടികൾ നടപ്പിലാക്കാതെ മരണങ്ങൾ സാമാന്യവൽക്കരിക്കപ്പെടുന്നു. വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മലയോരത്തു നിന്ന് വീണ്ടും വരുന്നത്. കാരണം 3 ദിവസം കൊണ്ട് 4 പേരെയാണ് ചവിട്ടിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ 5 പേരെയാണ് ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിയാന്നും ഇന്നും ഈ വാർത്തകളാണ് വരുന്നത്. അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ മുഴുവൻ, മലയോരത്തുള്ള ആളുകളെ, വനാതിർത്തികളിലുള്ള ആളുകളെ, വന്യമൃഗ ശല്യം നേരിടുന്ന ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള നടപടിയാണ് ഗവൺമെന്റ് ഇപ്പോഴും എടുക്കുന്നത്. സത്യത്തിൽ ഒരു വളരെ അടിയന്തരമായി റെസ്പോൺസ് ടീമിനെയെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകണം. മാത്രമല്ല, കാട്ടിൽ ചൂട് കൂടുന്നത് കൊണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ആന ഇറങ്ങുന്നതെന്ന് പറയും. അപ്പൊ വെള്ളം കൊടുക്കാൻ, വെള്ളവും ഭക്ഷണവും കാടിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ വേണം. എവിടെയാണ് കൂടുതലായി ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് ഫോറസ്റ്റിന് അറിയാം. കേരളത്തിൽ ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഉൾക്കാട്ടിൽ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും അറേഞ്ച് ചെയ്യാൻ, സാധാരണ അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. കേരളവും നേരത്തെ ചെയ്തിരുന്നു. അപ്പൊ അതൊന്നും കൃത്യമായി ഓഡിറ്റിംഗ് ഇല്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അടിയന്തരമായി ഇപ്പൊ ചെയ്യേണ്ടത് ആനകൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ശല്യങ്ങളിൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീമിനെ നിയോഗിക്കുകയും ആളുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആനകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കാടിനകത്ത് ഭക്ഷണവും
വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അത് തെറ്റായ പരാമർശമാണ്. 1-2 കേസുകൾ കാട്ടിൽ നടന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന പ്ലാന്റേഷനിലാണ് നടന്നത്. അത് വനാതിർത്തിയല്ല, വനാതിർത്തിക്ക് പുറത്താണ്, പ്ലാന്റേഷനകത്ത് നടന്നത്. മിനിഞ്ഞാന്ന് നടന്നത്. ഇന്നലെ നടന്നത് വയലിലാണ് നടന്നത്. അതെങ്ങനെ കാടിനകത്താവുന്നത്? ഇനി കാടിനകത്ത് ആദിവാസികൾ കാടിനകത്ത് താമസിക്കുന്നില്ലേ? വനാവകാശ നിയമം ഉൾപ്പെടെ പാസ്സാക്കിയതാണ് ഇന്ത്യൻ പാർലമെന്റ്. അവർക്ക് വനാവകാശ നിയമം ഉൾപ്പെടെ ഉണ്ട്. അവർക്ക് അവിടെ താമസിക്കാനുള്ള സംവിധാനമുണ്ട്. അവിടെ ആന ആക്രമിക്കുകയാണ്. അതായത് ആൾ താമസമുള്ള ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് ആന ഇറങ്ങിച്ചെല്ലുവാണ്. നേരത്തെ ആന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ആന വരികയാണ്. അല്ലാതെ അതിക്രമിച്ച് കാടിനകത്തേക്ക് കയറി ആരെയും അല്ല ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത്. കാടിനകത്ത് 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ താമസിക്കുന്നവരെയാണ്. ഇപ്പോ വയനാട്ടിലെ മണിയുടെ കേസ്, സരോജിനിയുടെ കേസ്, നിലമ്പൂരത്തെ സരോജിനിയുടെ കേസ്, മണിയുടെ കേസ്, ഇതെല്ലാം അവർ കാടിനകത്ത് തന്നെ താമസിക്കുന്നവരാണ്. അവരെയാണ് ചവിട്ടിക്കൊന്നത്. ബാക്കിയുള്ള സ്ഥലത്തോ ഈ 4 ദിവസമായിട്ട് നടക്കുന്ന കാടിനകത്താണോ? അല്ല, കാടിനകത്തല്ല നടക്കുന്നത്, കാടിന് പുറത്താണ് നടക്കുന്നത്. വനാതിർത്തിക്ക് 15 കിലോമീറ്റർ ദൂരെ വരെ വന്യമൃഗ ശല്യമുണ്ട്. ടൗണിലേക്ക് വരെ ആന അടക്കമുള്ള മൃഗങ്ങൾ ഇറക്കി തുടങ്ങി. പല സ്ഥലത്തും ഈ പ്രശ്നമുണ്ട്. ഒരുപാട് ഇപ്പൊ ഞങ്ങള് ചിറ്റാറിൽ പോയപ്പോ അവിടെ സ്വകാര്യ ആശുപത്രിയുടെ മുമ്പിലൂടെ പുലി പോകുന്ന ചിത്രമാണ് കിട്ടിയത്. രാത്രി അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ മുമ്പിലൂടെ രാത്രി പുലി ഇറങ്ങിയിരിക്കുകയാണ്. ആളുകൾ ഒക്കെ ഉള്ള സ്ഥലമല്ലേ, ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അല്ലാതെ കാടിനകത്ത് മാത്രം നടക്കുന്നതാണെന്ന് പറഞ്ഞ് ചുരുക്കമാണ്. മാത്രമല്ല, ഈ ആന ചവിട്ടിക്കൊന്ന ആളുകളൊന്നും അതിക്രമിച്ച് കാടിനകത്തേക്ക് വെടിവെക്കാൻ പോയവരോ അല്ലെങ്കിൽ കോച്ചിങ് നടത്താൻ പോയവരോ വനവിഭവങ്ങൾ മോഷ്ടിക്കാൻ പോയ ആളുകളൊന്നുമല്ല, മാവോയിസ്റ്റുകളും അല്ല, സാധാരണക്കാരാണ്. അതിന്റെ വനത്തിലെ വിഭവങ്ങൾ കൊണ്ട് ജീവിക്കാൻ നിയമപരമായി അവകാശമുള്ള ആളുകളാണ്. അവരെ കൊന്ന് അതിനെ പരിഹസിക്കുന്നതിന് അദ്ദേഹം വേറെന്തോ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. വേറെ കാട്ടിൽ പോകുന്നവരെ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. കാട്ടിൽ കോച്ചിങ് ഒന്നും നടക്കുന്നില്ല എന്നാണ് എന്റെ അറിവ്. ഇനി ആരെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. കാട്ടിലുള്ളത് വനവാസികളായിട്ടുള്ള ആളുകളാണ്. നിയമപരമായി അവർക്ക് അവിടെ താമസിക്കാൻ അവകാശം ഉള്ള പാർലമെന്റ് നിയമപ്രകാരം അവകാശം കൊടുത്തിട്ടുള്ളവർ. 2:30 നടക്കുന്ന യോഗത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇതെല്ലാ യോഗം നടക്കുന്നല്ലാതെ ഈ റിസൾട്ട് ഉണ്ടാവുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവുന്നില്ലല്ലോ. ഏറ്റവും പ്രോൺ ഏരിയ ഉണ്ട് കേരളത്തിൽ, ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ആ അപകടം പിടിച്ച സ്ഥലത്തെങ്കിലും ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? വെള്ളം ഒരുക്കി കൊടുക്കണ്ടേ? അപ്പൊ ഇനി ചൂട് കൂടുമല്ലോ. അപ്പൊ ചൂട് കൂടുമ്പോൾ കൂടുതൽ ആനകൾ ഇറങ്ങും. അപ്പൊ കൂടുതൽ ആളുകൾ മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഒരാഴ്ചയാണ് ഈ 5 പേര് മരിച്ചിരിക്കുന്നത്. 5 പേരെ വിവിധ സ്ഥലങ്ങളിൽ ചവിട്ടിക്കൊന്നിരിക്കുന്നത്. ഓരോ ദിവസവും 1-2 പേരാണ് മരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടാണ്. ഒന്നും ചെയ്യുന്നില്ല. നിസ്സംഗരായിരിക്കുകയാണ് സർക്കാർ. നിങ്ങളിൽ അർപ്പിതമായ ഉത്തരവാദിത്തം അതിന്റെ കാര്യക്ഷമതയിൽ ചെയ്യുവാനാണ് ജനം നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ശാസ്ത്രീയമായി അതെങ്ങനെ പരിഹരിക്കണമെന്ന് ഇത്രയും വർഷമായി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആ പദവി ഉപേക്ഷിച്ച് പോവുകയാണ് ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം. കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. എവിടെയാണിവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുകയാണ്. ജീവിക്കാനുള്ളൊരു അവകാശം അത് ഏതൊരു സാധാരണക്കാരനായ കർഷകൻ്റെയും അവകാശമാണ്. എന്നാൽ ആ കർഷകൻ്റെ അവകാശത്തെ തമസ്കരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ദാരുണമായ സംഭവങ്ങൾ. ഈ അവസരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വനം മന്ത്രി ഇന്നലെ മുന്നോട്ട് വന്നിരുന്നു. അവർ നല്ല വാക്കുകൾ പറയുന്നതല്ലേ നല്ലത്, അതാണ് തെറ്റുതിരുത്തുവാൻ നല്ലതെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. രാജിവെക്കണമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. ബിഷപ്പ് ഉയർത്തിയത് അങ്ങനെയാണോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും മന്ത്രി ഉന്നയിച്ചു. അല്ലാതെ എന്നെ ഒരു മന്ത്രിയെ വിലയിരുത്താൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തും. പക്ഷേ സാധാരണ പൗരന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഈ ബഹുമാന്യരായ മതമേലധ്യക്ഷന്മാരെ പെടുത്തുന്നില്ല. അവർക്ക് അത് കുറച്ചും കൂടി ഉപരിയായ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണെന്നാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. അത് ആ പഠിച്ചു വെച്ചത് തെറ്റിപ്പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പിതാവ് ഇവിടെ ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടത്? നാൾക്കുനാൾ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ നേരെ മുടന്തൻ ന്യായങ്ങളും നടക്കാത്ത പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വരുന്നവരെയോ? അതോ ഗുരുതരമായ സാമൂഹിക പ്രശ്നം നടക്കുമ്പോൾ വിഷയത്തിൽ നിന്നും തെന്നിമാറുവാൻ ശ്രമിക്കുന്നവരെയോ? നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ പ്രീതിക്ക് പാത്രമാവുകയാണോ? അതോ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം തുറന്നു കാട്ടി പൊതുമധ്യത്തിൽ അതിന് ഉത്തരം തരുവാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണോ വേണ്ടത്?
നല്ല വാക്കുകൾ പറയുന്നതാണ് തെറ്റ് തിരുത്തുവാൻ നല്ലതെങ്കിൽ ഓർത്തോളൂ. ജനം ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നിരിക്കുന്നു. താമരശ്ശേരി ബിഷപ്പിന്റെ അഭിപ്രായം ഇവിടുത്തെ ഓരോ സാധാരണക്കാരന്റെയും ഉള്ളിൽ ഉയർന്നുവന്ന രോദനം തന്നെയാണ്. ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ എത്ര ലാഘവത്തോടെയാണ് കാടിനുള്ളിൽ കയറിയതുകൊണ്ടല്ലേ അവർക്ക് അപകടം സംഭവിച്ചതെന്ന് വനം മന്ത്രി പറഞ്ഞത്. കൊല്ലപ്പെട്ടവരുടെ എല്ലാവരുടെയും വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സാമാന്യവൽക്കരണത്തിന് നിങ്ങൾ മുതിരുന്നു? ആദിവാസികൾ വനത്തിന്റെ അവകാശികളാണ്. അവരവിടെയല്ലാതെ മറ്റെവിടെ താമസിക്കണം? ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത് പ്രഖ്യാപനങ്ങളുമായി ജനങ്ങളുടെ വായടപ്പിക്കുവാൻ മാത്രമാണോ ഉദ്ദേശം? വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. വന്യമൃഗ ഇടനാഴികളുടെയും വനമേഖലയുടെയും ശുചീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മാലിന്യ നിക്ഷേപം, കാട്ടുതീ, വനമേഖലയിലെ അശാസ്ത്രീയമായ ടൂറിസം പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണം, ജനസാന്ദ്രത, വനമേഖലയിൽ ജലവസ്തുവിൻ്റെയും ആഹാരത്തിൻ്റെയും ലഭ്യതക്കുറവ്, തെറ്റായ വിനിയോഗം, വനമേഖലയോട് ചേർന്ന് കൊടുക്കുന്ന ഭൂപ്രദേശങ്ങളിലെ കൃഷിരീതി, അവയുടെ കിടപ്പും കളകളുടെ ആധിക്യവും, വന്യമൃഗങ്ങളെ ആകർഷിക്കാൻ ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുന്ന വന്യമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃത ഫാമുകൾ, പരിപാലിക്കാത്ത തോട്ടങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാലാണ് വന്യമൃഗങ്ങൾ ജനമേഖലയിലേക്ക് കടന്നു വരുന്നത്. ബി സ്വീകരിച്ചിട്ടുണ്ട്. സർ, അത് കുറച്ചധികമുണ്ട്. അല്ല, ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 1434 കുളങ്ങൾ, 574 വയലുകൾ, വാട്ടർ ഹോഴ്സ് തുടങ്ങി 308ഓളം മറ്റിതര ജലസ്രോതസ്സുകൾ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള 21 പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇത്തരം വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനാവശ്യമായ ഊർജിതമായ ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. സർ, ഇവിടെ മന്ത്രി സ്ഥിരം പറയുന്ന മറുപടികളാണ് സർ പറഞ്ഞത്. കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര ഭീതിതമാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓരോ ദിവസവും കേരളത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. വനം വകുപ്പ് ഇതേപോലെ പദ്ധതികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് സർ. ഇവിടെ ഇപ്പോ അവസാനമായിട്ട് വയനാട് ഒരു തോട്ടം തൊഴിലാളിയായ സഹോദരിയെ കടുവ ജീവനോടെ കടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സീൻ നമ്മൾ കാണണ്ടായി. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ സർ, അങ്ങയുടെ പാർട്ടിക്കാർക്ക് അവസരം നഷ്ടപ്പെടും. ഈ കടുവയുടെ സാന്നിധ്യം വനം വകുപ്പിന് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് വനം വകുപ്പിന് കണ്ടെത്താനുള്ള ക്യാമറയുണ്ട്. എന്തുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ സാന്നിധ്യം? ഒരു തോട്ടം തൊഴിലാളി അവിടെ പോകുന്നുണ്ട്, ആ പോണതിന് മുമ്പ് പറയാമായിരുന്നു അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന്. ആ കാര്യത്തിൽ എന്ത് വീഴ്ച ആർക്കാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് എന്റെ ചോദ്യം. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തവണത്തെ കേരള ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഈ പദ്ധതികൾ 1.5 വർഷത്തിനിടയിൽ പൂർത്തിയാവും. ശ്രീ എന്നെ നെല്ലിക്കുന്നു. സർ, വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുള്ള ജില്ലയാണ് കാസർഗോഡ്. അവിടെ കേരളത്തിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക ജില്ല കാസർഗോഡാണ്. അത് സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും ആവശ്യമായ മാൻ പവറിൻ്റെയും അപര്യാപ്തതയുണ്ട് എന്നുള്ളത് ശരിയാണ്. 20 ഫോറസ്റ്റ് സ്റ്റേഷനുകളെങ്കിലും അടിയന്തരമായി സ്ഥാപിക്കണമെന്നൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട ധനവകുപ്പിൻ്റെ പരിഗണനയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ സഭയുടെ ഒരു വികാരം മാനിച്ച് ഒരു 10 എണ്ണമെങ്കിലും അനുവദിച്ച് തന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ നേരത്തെ സഭയ്ക്ക് ഉറപ്പ് നൽകിയതാണ്, ആദ്യത്തെ പരിഗണന കാസർഗോഡ് ജില്ലക്കായിരിക്കും. ശ്രീ ടി വി ഇബ്രാഹിം. സർ, ഇന്നിപ്പോൾ ഈ സഭയിലേക്ക് വരുമ്പോഴും
വയനാട് മനു എന്ന് പറയുന്ന ഒരാളെ ആന കൊന്നിട്ടുണ്ട്. അയാളുടെ ഭാര്യയെ കാണാനില്ല, ഭാര്യയെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്മാരെ മാത്രമല്ല കൊല്ലുന്നത്, അതേസമയം തന്നെ വ്യാപകമായ കൃഷിനാശം. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്ത് പോലും പന്നികൾ കയറുന്നു, കുരങ്ങന്മാർ വന്നിട്ട് തേങ്ങ ഇട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്ത് പരിഹാരമാണ് സർ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ പോകുന്നത്? സർ, അതാണ് നിരവധി കാരണങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ അങ്ങ് തന്നെ ഇവിടെ വ്യക്തമാക്കിയത് ഉൾക്കാടിനകത്ത് പോയി കാണാതായവരുടെ പ്രശ്നമാണ്. കാട്ടിനകത്തേക്ക് പോകുന്നത് എന്ത് തരത്തിലായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നത് അങ്ങനെ സംഭവിച്ചെങ്കിലും സർക്കാർ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിന്റെ ശരിതെറ്റുകൾ നോക്കാതെ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. കേരളത്തിനാവശ്യം ശാശ്വതമായ പരിഹാര മാർഗങ്ങളാണ്. 2017 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ളത് കർണാടകം, അസം, പിന്നെ കേരളം. അസമിൽ 5719, കേരളത്തിൽ 5706. അസമിലെ വനവിസ്തൃതി 26,832 ചതുരശ്ര കിലോമീറ്റർ, കേരളത്തിലെ 11,309 ചതുരശ്ര കിലോമീറ്റർ, ഏകദേശം കേരളത്തിന്റെ ഇരട്ടിയിലധികം. കേരളത്തിലെ വനമേഖലയ്ക്ക് താങ്ങുവാൻ കഴിയുന്നതിലപ്പുറം ആനകൾ നിലവിലുണ്ട്. വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും കിട്ടാത്തതിനാൽ പൊറുതിമുട്ടി കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നു. കർഷകർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി നട്ടുനനച്ച് വളർത്തുന്ന വിളകൾ യഥേഷ്ടം തിന്നുകയും ബാക്കിയുള്ളവ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആരും വന്യമൃഗ സംരക്ഷണത്തിന് എതിരല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെ സംരക്ഷിച്ചാൽ മാത്രം മതി. കേരളത്തിലെ വനമേഖലകൾ പ്ലാന്റേഷനുകളായി മാറ്റി തേക്കും മാഞ്ചിയവും അക്വേഷ്യ പോലുള്ള മരങ്ങളും വെച്ച് പിടിപ്പിച്ച് വനത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തിയത് മറ്റാരുമല്ല, വനം വകുപ്പ് തന്നെയാണ്. അതിനുള്ള പരിഹാരം കാണേണ്ടതും നിങ്ങൾ തന്നെ. നിയന്ത്രണാതീതമായി ആനകൾ പെരുകുന്നുണ്ടെങ്കിൽ അവയെ മാറ്റി പാർപ്പിക്കുക തന്നെ വേണം. അതില്ലാത്തിടത്തോളം കാലം ആന നാട്ടിലിറങ്ങും. ആന ഇറങ്ങാതിരിക്കുവാനുള്ള സോളാർ മതിലുകൾ മരം മുറിച്ചിട്ട് തകർത്താണ് ആന നാട്ടിലിറങ്ങുക. ഇതിനുവേണ്ടി സോളാർ ഫെൻസിംഗിൽ നിന്നും 100 മീറ്റർ തരിശായി ഒഴിച്ചിടുക. മരങ്ങൾ ആ സ്ഥലങ്ങളിൽ ഇല്ലാതിരുന്നാൽ വേലി തകർക്കുവാൻ ആനയ്ക്ക് സാധിക്കില്ല എന്നാണ് കിഫയുടെ അഭിപ്രായം. എന്നാൽ ഈ പദ്ധതി 5 മീറ്റർ വിസ്തൃതിയിലെ നടപ്പാക്കൂ എന്നാണ് മന്ത്രിയുടെ സ്റ്റാൻഡ്. കടുവ നാട്ടിലിറങ്ങിയപ്പോൾ മറ്റൊരു ജനപ്രതിനിധി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം കൂടി കേട്ടുനോക്കാം. അപ്പോൾ പിന്നെ ഈ നരഭോജി കടുവേനെ കൂട്ടിലാക്കാനുള്ള ശ്രമം നമ്മൾ 2 ദിവസമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഈ കടുവ കൂട്ടിൻ്റെ അടുത്ത് ഇന്നലെയും ഇന്നുമായിട്ട് വന്നു, കൂടിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷേ കൂട്ടിൻ്റെ അകത്ത് കയറുന്നില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RRT ടീം ഇന്ന് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ കടുവേനെ അകപ്പെടുത്താനും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി സെർച്ച് നടത്തി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ജയസൂര്യ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അത് പിന്നെ അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പരിക്കൊന്നും ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടേൻ്റെ ഇവിടെ ഒരു നഖം കൊണ്ടുകയറി എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിക്ക് എന്ന് പറയുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കി DFOൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആ ഫോറസ്റ്റിൽ തന്നെ പിന്നെ സക്രിയയുടെ നേതൃത്വത്തിൽ തുടർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടുവേനെ ഇപ്പോഴും ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ കടുവ ഇങ്ങനെ നിന്ന് കിട്ടുന്നില്ല, വെടിവെക്കാനായിട്ട് നിന്ന് കിട്ടുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിനെങ്ങനെ ലൊക്കാലിറ്റി ചെയ്ത് ഇങ്ങനെ കടുവേനെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും ഈ നിമിഷവും അവർ കാട്ടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിക്ക് പറ്റിയാൾക്ക് വേറെ വിഷയങ്ങളില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെ, കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല. ഇപ്പോൾ വെടിയേറ്റിട്ടില്ല. അതെ, ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടാമത്തെ ഒരു ആക്രമണമല്ലോ ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കടുവനെ ക്യാച്ച് ചെയ്യാതെ നമുക്ക് ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം രണ്ടാമത്തെ ഈ ഒരു ആക്രമണം കൂടി വന്നതിന് ശേഷം പ്രദേശവാസികൾ എല്ലാവരും വലിയ ആശങ്കയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് പിന്മാറാൻ നമുക്ക് ഒരിക്കലും സാധിക്കും തോന്നുന്നില്ല. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കുവാനും ആ അവകാശം പരമമായി സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരിക്കുന്ന സർക്കാർ ജനങ്ങളോട് പുലർത്തുന്നത് തികഞ്ഞ അവഗണനയും മനുഷ്യനോടുള്ള കനത്ത വെല്ലുവിളിയുമാണ്.
പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതികളും അനുവദിക്കാത്ത ഫണ്ടും കൈയടികൾ വാങ്ങിക്കൂട്ടുവാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാവില്ല. പാഴാകുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കാട്ടാനക്കലിയിൽ പൊലിയുന്ന ഓരോ ജീവനും സർക്കാർ മറുപടി പറയണം. അവരുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. അപകടത്തിൽപ്പെട്ടവർക്ക് സഹായം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കാതിരിക്കുക. ശാശ്വതവും കൃത്യതയുമാർന്ന അടിയന്തര നടപടികളാണ് കേരളത്തിനിപ്പോൾ ആവശ്യം.